അങ്ങനെ നമ്മുടെ സീസൺ 7 ബിഗ് ബോസ് സീസൺ 7 ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് കുറച്ചുകൂടി സീസൺ 6നെക്കാട്ടിലും കുറച്ചുകൂടി നല്ലതായി തോന്നിയത് സീസൺ 7 തന്നെയാണ് കേട്ടോ. കണ്ടന്റ് വൈസ് ആണെങ്കിലും കുറച്ചുകൂടി ട്രെൻഡിങ് ആയത് എനിക്ക് തോന്നുന്നു സീസൺ 7 തന്നെയാണ്. പിന്നെ ടോപ്പ് 5 വെൽ ഡിസേർവ്ഡ് ടോപ്പ് 5 ആണ്. നമുക്ക് അതിൽ ആരെയും മാറ്റി നിർത്താനില്ല. അതിലിനിയിപ്പം പലരും പറയുന്നുണ്ട് ഇവർ വന്നാൽ മതിയേനും ഇവർ വന്നാൽ മതിയേനും, പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം എല്ലാവരും ഡിസേർവ്ഡ് ആണ്. എല്ലാവരും അതിന് അർഹരായിട്ടുള്ള ആൾക്കാർ മാത്രമേ ടോപ്പ് 5 വന്നിട്ടുള്ളൂ. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിൽ ഗെയിമിൽ വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരാണ്. ഡിഫറെൻറ്റ് ഗെയിമാണ് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ളത്. എനിക്കതിൽ ആദ്യം പറയാനുള്ളത് അക്ബറിനെ പറ്റിയിട്ടാണ്. അക്ബർ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഗെയിമറാണ്. അതേപോലെ തന്നെ അക്ബറിൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം പുള്ളിക്കാരൻ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ കുത്തിത്തിരിപ്പാണ് അതാണ് ഇതാണെന്നൊക്കെ പറയെങ്കിലും പുള്ളിക്കാരൻ കൊണ്ടുപോകുന്ന ഗ്രൂപ്പ്, അതായത് അവിടെ ഒരുപാട് ഗ്രൂപ്പിസങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് കോമ്പോസൊക്കെ ഉള്ളൊരു സീസൺ ആയിരുന്നു ഇതെങ്കിലും അക്ബറിൻ്റെ ആ ഗ്രൂപ്പ്, ആ ഒരു ബോണ്ട് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവരുടെ ആ ഒരു ഗ്യാങ്, ഇപ്പോൾ അപ്പാനി ആവട്ടെ, ആര്യനാവട്ടെ, ഗിസേലാവട്ടെ, ആ ഒരു ഗ്യാങ് നല്ല രീതിക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അക്ബർ നല്ല കണ്ണിങ് ആയിട്ടുള്ള ഒരു ഗെയിമർ തന്നെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നെവിനെ കുറിച്ചാണ് കേട്ടോ. സത്യം പറയാലോ, നെവിൻ കൊണ്ടുവന്ന ഗെയിം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗെയിമായിരുന്നു. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി തന്നെയാണ് നെവിൻ കൊണ്ടുപോകുന്നത്. കാരണം ആരും ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല. മറ്റേ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയും മറ്റേ പെങ്ങളൂട്ടി കാർഡൊക്കെ പിന്നെ എല്ലാവരും കൊണ്ടുവരുന്നതാണ്, അല്ലെങ്കിൽ എല്ലാവരും ഒരു പൊതുവേ നമ്മൾ ബിഗ് ബോസിൽ കാണുന്ന കാര്യങ്ങളാണ്. പക്ഷേ നെവിൻ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് നമ്മൾ മറ്റ് സീസണിലൊക്കെ നോക്കുന്ന സമയത്ത്. പിന്നെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു നല്ല ടഫായിട്ടുള്ളൊരു ഇതാണത്. കാരണം നമുക്ക് എല്ലാവരെയും ഇങ്ങനെ എൻ്റർടൈൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലുള്ളൊരു ഷോയിൽ. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ തമാശ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്കാർ അതുപോലെ എടുക്കണം എന്നില്ലല്ലോ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗെയിമേഴ്സിന് എങ്ങനെ വേണമെങ്കിലും നെവിൻ്റെ ഈ ഒരു തമാശകളെ കണ്ടൻ്റാക്കി മാറ്റാം, അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്യാമല്ലോ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നെവിൻ ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 ഒരു എൻ്റർടൈനർ തന്നെയായിട്ട് മാറി. ഇനി എനിക്ക് പറയാനുള്ളത് പുള്ളി എല്ലാവരുമായിട്ടും ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ നെവിനാവട്ടെ, അനീഷാവട്ടെ, സാബുമാനാവട്ടെ, ആദില നൂറ ആവട്ടെ, അനുമോളാവട്ടെ, എല്ലാവരുമായിട്ടും അതായത് പുള്ളി ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പുള്ളിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു സേഫ് ഗെയിം കളിക്കുന്ന ഒരാൾക്ക് ഇതൊന്നും അത്ര പ്രയാസമുള്ള കാര്യമില്ല, എല്ലാവരെയും സോപ്പിട്ട് നിൽക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഷാനവാസ് എന്ന് പറയുമ്പോൾ ഒരു ഗെയിമറാണ്, പ്ലസ് എല്ലാവരുമായിട്ടും ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലുള്ള ഒരു വീട്ടിൽ. അപ്പം എനിക്ക് തോന്നുന്നു ഷാനവാസിൻ്റെ ഒരു ക്വാളിറ്റി, അതായത് ആരും ശ്രദ്ധിക്കാണ്ട് പോയൊരു ക്വാളിറ്റി അതാണ്. ഷാനവാസ് എല്ലാവരുമായിട്ടും ആ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തു, നല്ലോണം ഗെയിം കളിച്ചു, ആൻഡ് ടോപ്പ് 3 ആയി എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഷാനവാസ് ഒരുപാട് ഡിസേർവ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണത്. അനീഷ് എന്ന് പറയുമ്പം പെർഫെക്റ്റ് ഗെയിമറാണ്. അതായത് ഒരു വേണ്ടാത്തൊരു കാര്യം, ഒരു ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ അയ്യേന്ന് പറയുന്ന ഒരു കാര്യം അനീഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ പുള്ളിക്കാരൻ നല്ലൊരു ഗെയിമറാണ്. അങ്ങനെ പറയിപ്പിക്കാൻ നിസ്സാര കാര്യമല്ല കേട്ടോ. അപ്പോൾ പുള്ളിക്കാരനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാവരും പറയുന്നതാണ്, പുള്ളിക്കാരൻ ഒരിക്കലും ഒരാളെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നിട്ട് അല്ലെങ്കിൽ ഒരാളെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്തിട്ടില്ല. പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് എല്ലാവരും ഇട്ട് ഓടിപ്പിക്കുകയാണ് ചെയ്തത്. അവിടെ നിൽക്കുന്ന എല്ലാവരും പുള്ളിക്കാരനെ ബേസ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ദിവസം നമ്മുടെ ബിഗ് ബോസ് അനീഷ് എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റിൽ അങ്ങ് കുടുങ്ങി കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനീഷ് എന്ന് പറയുമ്പോൾ അത് പെർഫെക്റ്റ് ഗെയിമറാണ് പുള്ളി, നല്ലൊരു ഗെയിമർ, അതായത് നല്ല സ്റ്റാൻഡേർഡുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗെയിമറാണ് അനീഷ് എന്ന് പറയുന്നത്. അതായത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മോശം കാര്യം നമുക്ക് ഒരിക്കലും അനീഷിനെ പറ്റി പറയാനുണ്ടാവില്ല. അനീഷ് അതിപ്പം പുള്ളി ജീവിതത്തിൽ എങ്ങനെയാണ് എന്നുള്ളതൊന്നും നമുക്കറിയില്ല, ഇപ്പം അവിടെ കാണുന്ന പോലെയാണോ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എങ്ങനെയായാലും പുള്ളിക്കാരനെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ഒരാൾ ഇഷ്ടപ്പെടും. അത്രയും ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് സെലിബ്രിറ്റീസ്, ഒരുപാട് സീരിയൽ ആക്ടേഴ്സൊക്കെ ഉള്ളൊരു ഒരു സീസണും കൂടിയാണ്. എന്നിട്ടും അവിടെ നമ്മുടെ അനീഷാണ് പൊങ്ങി വന്നത്, അവിടെ അനീഷിൻ്റെ സീസണായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒരു അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ടൈറ്റിൽ വിന്നറാണ്. ആരിനി എന്തൊക്കെ അസൂയ കൊണ്ടും കുശുമ്പോണ്ടും പറഞ്ഞാലും അനുമോൾ കപ്പ് തൂക്കി. അനുമോൾ തന്നെയാണ് ഡിസേർവ്ഡ് ആയിട്ടുള്ളത്. കാരണം ഇതൊരു സർവൈവൽ ഗെയിമാണ്. ഇതിൽ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലുത്. അപ്പോൾ അനുമോൾ അത്ര ഒരു അറ്റാക്ക് ഇപ്പം അനീഷിന് ഒരുപാട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരുപടി മുന്നേ സ്വന്തം ഫ്രണ്ട്സ് വരെ പിന്നിന്ന് കുത്തിയിട്ടുള്ളത് അനുമോളെയാണ്. അനുമോൾ ഇത് വെൽ ഡിസേർവ്ഡ് ആണ്. അനുമോൾ
ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്താണെന്നറിയോ? അനുമോൾ ഭയങ്കര സ്ട്രോങ് ആണ്. ഒരു 10 ആൾക്കാർ മതിളകി വന്നാൽ പോലും അനുമോൾ താഴൂല. എല്ലാവരും അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്വന്തം ബെസ്റ്റ് ഫ്രണ്ട്സ് അടക്കം എല്ലാവരും അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും അസൂയപ്പെടുത്തിക്കൊണ്ട് അനുമോൾ കപ്പ് തൂക്കിയിട്ടുമുണ്ട്. ശരിക്കും ഏറ്റവും വീക്കെന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലോളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് അനുമോൾ. പക്ഷേ അവിടെ ലാസ്റ്റ് വരെ നിന്ന് എല്ലാവരെയും മുന്നിൽ നിന്ന് എല്ലാവരെയും കാണാൻ, അതായത് അനുമോൾ ജയിക്കരുത് എന്ന് വിചാരിച്ചിട്ട് റീ എൻട്രി ചെയ്ത് വന്ന ആൾക്കാരെ വരെ കാണാൻ ആ കപ്പ് ഉയർത്തിയത് അനുമോളാണ്. ഭയങ്കര ഒരു ശരിക്കൊരു ബൂംസപ്പ് ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണത്. അത് നമ്മൾ വിചാരിക്കും അനുമോളോ അനീഷോ എന്നുള്ളതിൽ അനുമോൾ ജയിച്ചപ്പം വളരെ സന്തോഷമാണ്. കാരണം പുള്ളിക്കാരി അനുഭവിച്ച പോലത്തെ ഒരു പ്രശ്നങ്ങൾ വേറെ ആർക്കും ഇവിടെ വന്നിട്ടില്ല. അപ്പം നല്ലൊരു സീസണും ആയിരുന്നു ഇത്.